ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഓരോ പാഠഭാഗങ്ങളും കുറഞ്ഞ സമയം കൊണ്ട് സെറ്റാക്കുന്ന ഈ റിവിഷൻ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ള പാഠഭാഗമാണ്. നമുക്കറിയാം, ഈ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്നത് പി പത്മരാജൻ്റെ ഒരു തിരക്കഥയാണ് അല്ലേ. എന്താണ് തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സിനിമയുടെ സാഹിത്യ രൂപത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തിരക്കഥ എന്ന് പറയുന്നത്. സിനിമയുടെ സാഹിത്യ രൂപമാണ് ഇത് തിരക്കഥ. സിനിമ എന്ന് പറയുന്നത് ഒരു ദൃശ്യ ശ്രാവ്യ, കാണാനും കേൾക്കാനും പറ്റുന്ന കലാരൂപമാണെങ്കിൽ അതിൻ്റെ എഴുതി വെക്കപ്പെട്ട രൂപമാണ് ഇത് തിരക്കഥ എന്ന് പറയുന്നത്. തിങ്കളാഴ്ച നല്ല ദിവസം സെറ്റാണല്ലോ. ആരായിരുന്നു പി പത്മരാജൻ? നോക്കിക്കേ, മലയാള ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു പി പത്മരാജൻ. 1945 മെയ് 23 പി പത്മരാജൻ ജനിച്ചത്. 1991 ജനുവരി 24 മരണപ്പെട്ടു. നക്ഷത്രങ്ങളെ കാവൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആ നോവലിന്. പത്മരാജൻ്റെ തിരക്കഥകൾ, പെരുവഴിയമ്പലം, ഇതാ ഇവിടെ വരെ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇതായിരുന്നു നമ്മുടെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗത്തിൻ്റെ ഓരോരോ സീനുകൾ പറയുന്ന ഭാഗം. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട കണ്ടന്റ് ഇതാണ്. എന്താണ്? തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പത്മരാജൻ്റെ തിരക്കഥ കേരളത്തിൻ്റെ മുഖം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. സെറ്റാണല്ലോ. എന്താണ്? സംസ്കാരത്തിൻ്റെ ഉന്നതത്തിലെത്തിയ കേരളത്തിലെ ധാരാളം മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുർഗതിയാണ് പത്മരാജൻ വരച്ച് കാണിക്കുന്നത്. സാംസ്കാരികമായിട്ട് നമ്മൾ ഒരുപാട് ഉയരത്തിലാണെന്ന് കേരളത്തിലെ ആളുകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതേ കേരളത്തിൽ പല വൃദ്ധരായ മാതാപിതാക്കളും അനുഭവിക്കേണ്ടി വരുന്ന ആ ദുർഗതി, ഏത് ദുർഗതി? വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ട് രക്ഷിതാക്കളെ തള്ളുന്ന മക്കളുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു ഇവിടെ സൂചിപ്പിക്കുന്നു. മക്കൾ അഭ്യസ്തവിദ്യരായി, അഭ്യസ്തവിദ്യര്? ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടി ജോലിക്കാരായി ഫ്ലാറ്റിൽ താമസിക്കുന്നതോടെ പ്രായമേറെയായ മാതാപിതാക്കളുടെ രക്ഷയ്ക്ക് ആരുമില്ലാത്ത അവസ്ഥ വരുന്നു. അവരെ ഏതെങ്കിലും വൃദ്ധസദനത്തിലോ ശരണാലയത്തിലോ ആക്കി മരണപ്പെടുമ്പോൾ ദഹിപ്പിക്കാനുള്ള പണവും മുൻകൂറായി അടച്ച് എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകുന്ന മക്കളുടെയും അത് സഹിക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരുടെയും ദുരിതാവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ തിങ്കളാഴ്ച നല്ല ദിവസം. അതിൻ്റെ തിരക്കഥയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കുക, ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരിക. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ആര് പറഞ്ഞതായിരുന്നു? അമ്മ പറഞ്ഞതായിരുന്നു. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതുക. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും ആ ശരണാലയത്തിലേക്ക് എന്നെ കാണാനായിട്ട് വരരുത്. നോക്കുക, നിങ്ങളാരും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്ന അമ്മയുടെ കടുത്ത നിലപാട് മക്കളുടെ പ്രവർത്തികൾ ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ഉടലെടുത്തതാണ്. വീട് വിൽക്കാനും തന്നെ ഒരു ആശ്രമത്തിലേക്ക് മാറ്റാനുമുള്ള പദ്ധതികൾ മക്കൾ രഹസ്യമാക്കി വെച്ചത് ഒരു വഞ്ചനയായിട്ട് അമ്മ തിരിച്ചറിയുന്നു. നിങ്ങളാരും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്ന അമ്മയുടെ കടുത്ത നിലപാട് മക്കളുടെ പ്രവൃത്തികൾ ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവ്. എന്തായിരുന്നു മക്കളുടെ മുറിവ്? മക്കൾ ചെയ്ത പ്രവൃത്തി വീട് വിൽക്കാനും തന്നെ ഒരു ആശ്രമത്തിലേക്ക് മാറ്റാനുമുള്ള പദ്ധതികൾ മക്കൾ രഹസ്യമാക്കി വെച്ചത് ഒരു വഞ്ചനയായി അവർക്ക് അനുഭവപ്പെട്ടു. മക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും തന്നെ ഒരു തടസ്സമായി കണ്ട് ഒഴിവാക്കുന്നു എന്ന തിരിച്ചറിവ് ആ അമ്മയെ വല്ലാതെ വേദനിപ്പിച്ചു. അമ്മയുടെ ജീവിതത്തെയും അധ്വാനത്തെയും ഒരു ബുദ്ധിമുട്ടായി ചിത്രീകരിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് മക്കൾ ശ്രമിക്കുന്നത്. തന്നാൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്ന ഒരേ ഒരു മാർഗം മക്കളുമായുള്ള ബന്ധം വിച്ഛേദിക്കലാണ്. ആ അമ്മയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള അവരുടെ അവസാനത്തെ ശക്തമായ പ്രതികരണമായിരുന്നു നിങ്ങളാരും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്നുള്ള. അമ്മക്ക് തിരിച്ച് അവരോട് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു. അത് അമ്മ കൃത്യമായിട്ട് ആത്മാഭിമാനത്തോടെ എന്ത് ചെയ്തു? അവതരിപ്പിക്കുകയും ചെയ്തു. സെറ്റ്. വീടും പറമ്പും ഗോപന്റെ ഷെയറാണ്. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ. സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമായിട്ടുള്ളത്. അതിനെക്കുറിച്ച് ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുക. സാംസ്കാരിക കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ കുടുംബ ജീവിത പ്രശ്നത്തിലേക്കാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥ വിരൽ ചൂണ്ടുന്നത്.
പ്രായമായവർ, അച്ഛനമ്മമാർ വീടിൻ്റെ ഐശ്വര്യമാണെന്ന് കരുതിപ്പോന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ടായിരുന്നു. ഈ തിരക്കഥയിലെ കഥാപാത്രമായ ഗോപൻ വീടും പറമ്പും വിറ്റ് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് നഗരവൽക്കരണത്തിൻ്റെയും സാമ്പത്തിക അടിത്തറ ഒരുക്കി ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് അകന്നു മാറാനുള്ള ആധുനിക മനുഷ്യൻ്റെ പ്രവണതയെ സൂചിപ്പിക്കുന്നു. മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവരെ വൃദ്ധസദനത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രവണതയും ഇവിടെ കാണാം. നോക്കുക, കഥാപാത്രമായ ബിന്ദു ശരണാലയം എന്ന വൃദ്ധസദനത്തെക്കുറിച്ച് വാചാലയാകുന്നത് മുതിർന്ന പൗരന്മാരെ ഭാരമായി കാണുന്ന പുതിയ തലമുറയുടെ ചിന്താഗതിയാണ് നമുക്കവിടെ കാണിക്കുന്നത്. അമ്മ മക്കളുടെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു എന്ന ഗോപന്റെ സംസാരവും മാതാപിതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് താല്പര്യം കൊടുക്കാതെ തങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള മക്കളുടെ മനോഭാവത്തെ എടുത്തു കാണിക്കുന്നു. കഥാഗതിയിൽ ഇങ്ങനെ ഇതിനെ തുടർന്നുള്ള അമ്മയുടെ പ്രതികരണം മാറ്റങ്ങളോടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പാണ്. താൻ സ്നേഹിക്കുന്ന വീടും വളർത്തുമൃഗങ്ങളെയും ഉപേക്ഷിച്ച് പോകാൻ അവരൊട്ടും താല്പര്യം കാണിക്കുന്നില്ല. ഒടുവിൽ നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്ന അമ്മയുടെ പറച്ചിൽ തിരസ്കരിക്കപ്പെട്ട, ഒഴിവാക്കപ്പെട്ട, കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ആത്മാഭിമാനത്തെയും മക്കൾക്ക് ഭാരമാകാതിരിക്കാനുള്ള തീരുമാനത്തെയും സൂചിപ്പിക്കുന്നു. സെറ്റാണല്ലോ, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അത് കഴിഞ്ഞില്ല. കുടുംബ ബന്ധങ്ങളെക്കാൾ ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിൻ്റെ നേർചിത്രമാണ് ഈ തിരക്കഥ. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത നഷ്ടപ്പെട്ട് സ്വാർത്ഥ ലാഭങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ബന്ധവ്യവസ്ഥയെ ശിഥിലമാക്കുന്ന സമകാലിക കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അത് തുറന്നു കാട്ടുന്നു. സെറ്റാണല്ലോ. നെക്സ്റ്റ് നോക്കുക. തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, സ്വഭാവം, മനോനില, കഥയിലെ നിലപാട്, കഥയിലെ സ്ഥാനം ഇതൊക്കെ വെച്ചുകൊണ്ട് അമ്മ എന്ന കഥാപാത്രത്തിന് ഒരു നിരൂപണം തയ്യാറാക്കുക. സെറ്റാണല്ലോ. നോക്കുക, തിരക്കഥയിലെ കേന്ദ്രവും കരുത്തുറ്റതുമായ കഥാപാത്രമാണ് അമ്മ. അവരുടെ വ്യക്തിത്വമാണെങ്കിൽ ലളിതമാണ്, എന്നാൽ നല്ല ഉറച്ച തീരുമാനം എടുക്കുന്നവരാണ്. ഗ്രാമീണ ജീവിതത്തോടും സ്വന്തം ചുറ്റുപാടുകളോടുമുള്ള ആഴത്തിലുള്ള അടുപ്പം അവരുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു. ആടിനെയും പശുവിനെയും പരിപാലിക്കുന്നതോടൊപ്പം വീട്ടുജോലികളിലും അവർ അഭിരമിക്കുന്നുണ്ട്. ഗോപനും നാരായണൻകുട്ടിയും ചേർന്ന് വീട് വിൽക്കാനും തന്നെ മാറ്റാൻ ശ്രമിക്കുന്നുവെന്നും മനസ്സിലാക്കുമ്പോൾ കണ്ണീരണിയുന്നുണ്ടെങ്കിലും വേദന ഉണ്ടെങ്കിലും മാനസികമായ കരുത്തോടെ ഉയരുന്നുണ്ട് ഈ കഥാപാത്രം. കഥയുടെ അവസാനത്തിൽ വേദനകരമെങ്കിലും ദൃഢചിത്തയായി മാറുന്നുണ്ടവർ. വീട് വിട്ടു പോകുമ്പോൾ കരയാതെ എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് ആരും അങ്ങോട്ട് വരരുത് എന്നുള്ള അമ്മയുടെ കടുത്ത നിലപാട് മക്കളേൽപ്പിച്ച ആഴത്തിലുള്ള മുറിവിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ആർക്കും ഭാരമാവാതെ സ്വയം ഒറ്റപ്പെടാൻ അവർ തീരുമാനിക്കുകയാണ്. ഈ അമ്മയെ ചുറ്റിപ്പറ്റിയാണ് കഥയുടെ മുന്നേറ്റം. മക്കളോടുള്ള അവരുടെ ഇടപെടലുകൾ സ്നേഹവും ആശങ്കയും നിസ്സഹായതയും കലർന്നതാണ്. നോക്കുക, അമ്മ കരയുന്നില്ല. ഒരു പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ, സന്തോഷമൊന്നല്ല, സന്തോഷം അഭിനയിക്കുന്നത് പോലെ ഈ ആശയം വ്യക്തമാക്കി കുറിപ്പെഴുതുക. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ അമ്മ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു നിമിഷമാണിത്. വളരെ ബുദ്ധിമുട്ടി മക്കളെ പഠിപ്പിച്ച് ജോലിക്കാരാക്കി, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കി. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആ മക്കൾക്ക് വൃദ്ധയായ അമ്മയെ സംരക്ഷിക്കാൻ വയ്യ. എന്നല്ല, ഫ്ലാറ്റ് വാങ്ങിക്കാൻ കിടപ്പാടം വിൽക്കുകയും വേണം. അതിനുവേണ്ടി അവർ അമ്മയെ ശരണാലയം എന്ന വൃദ്ധസദനത്തിലാക്കുന്നു. അവിടേക്ക് പോകാൻ കാറിൽ കയറുന്ന സമയത്തുള്ള അമ്മയെയാണ് ഈ വരികളിൽ ആവിഷ്കരിക്കുന്നത്. അധ്വാനിച്ചുണ്ടാക്കിയ വീടും പുരയിടവും നഷ്ടമായിട്ട് പോകേണ്ടി വരിക ആർക്കും അസഹനീയമാണിത്. അതുകൊണ്ടാണ് ദുഃഖം മറയ്ക്കുവാൻ അവർ മുഖത്തേക്ക് പ്രസന്നത കാണിക്കുന്നത്. സെറ്റാണല്ലോ, സെറ്റ്. പാഠഭാഗം വായിക്കുക, സമ്മറി നോക്കുക, ചോദ്യോത്തരം സെറ്റാക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.